താണ്ട് എൻ്റെ വീട് ഗൈസ്. എൻ്റെ വീട് കണ്ട ഒരു ഗുദാമിൻ്റെ അകത്തുള്ള വീടാണ്. ഗുദാമി ചൈനക്കാരുടെയൊക്കെ വീടാണ്. ചും നിങ്ങളറിയാത്ത സീക്രട്ട് കാര്യം ഞാൻ പറഞ്ഞു തരുന്നു എങ്കിൽ ഇതിപ്പോൾ 7ാമത്തെ വീടാണ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ അത്ര നേരം ഞാൻ കാണിച്ചു തരാം. പിന്നെ വരയ്ക്കട്ടെ സാധനം നോക്കണ്ട വയസ്സ്. ഇവിടാണ് അത് കൊടുത്തേക്കുന്നത്. 7ാമത്തെ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്. അത് നമ്മൾ എന്തായിരുന്നു ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇന്ന് എത്ര കഴിഞ്ഞ കേസ് നമ്മളങ്ങനെ അടുത്ത് ഇങ്ങനെ പണി തുടങ്ങിയിട്ടുണ്ട് കേസ്. ഡേയ്സ് വേണം നിങ്ങൾക്ക് നോക്കാം. അതൊന്നും നടക്കുന്നുണ്ട്. ഞാൻ ഈ വീടെടുത്ത നമ്പരൊന്നുമില്ല. എന്നാൽ ചുമ്മാ നെക്കിയപ്പോൾ കിട്ടിയതാണ്. അന്ന് അതിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് എടുക്കാനേ പറ്റില്ല. എല്ലാവർക്കും വിധി ഹാപ്പി ന്യൂ ഇയർ ആയിരുന്നു. ഇപ്പം ഞാനൊരു കൊച്ചു ബ്രേക്ക് എടുത്തിട്ട് വരാമേ. ഇപ്പോഴത്തേന് രാവിലെയാവും, അടുത്ത ഡേയാവും 8ാമത്തെ ആയിരിക്കും. ബൈ ബൈ, ടാറ്റ, സീ യു. പ്ലീസ് അടുത്ത ദിവസം അടുത്ത ദിവസം ആയില്ല. സോറി, ഞാൻ പറഞ്ഞിട്ടോട്ടെ. ബൈ ബൈ. ആയിട്ടുണ്ട് 8ാമത്തെ. സിന്ധു 8ാമത്തെ ആകത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടേ. ഓ ഗൈസ് 8ാമത്തെ ദിവസം ആയിട്ടില്ല. നമുക്കത്ര കളിക്കുന്ന 8ാമത്തെ ദിവസത്തിന് മഴ ഗൈസ്. ഞാൻ വിചാരിച്ചില്ല നമുക്കൊന്നും ഉറങ്ങാൻ. 8ാമത്തെ ദിവസം ഹാപ്പി ദിവസമല്ലേ ഗൈസ്. ഇഷ്ടപ്പെട്ടില്ല. 8ാമത്തെ ദിവസം ഉറങ്ങാനേ പറ്റില്ല. നമുക്കിനി എന്തുമായിട്ട് പണിയുന്നതെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. കുറച്ച് നേരം പണിഞ്ഞിട്ട് നമുക്ക് കാര്യം പറയാം. എന്തെങ്കിലും ലാഗ് ഉണ്ടെങ്കിൽ ദയവായിട്ട് പറയുക. ഇതെല്ലാം ലാഗുണ്ട് ഗൈസ്. അതൊന്ന് ലാഗുണ്ട്, അതൊന്ന് മാറ്റി. ലാഗ് അങ്ങനെ കുറച്ചായിട്ട് മാറ്റിയിട്ടുണ്ട്. ഭയങ്കര ലാഗ് ലാഗ് കളിക്കുകയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. കൊണ്ട് തന്നെ കുറച്ചും കൂടെ ലാഗുണ്ട്. നമുക്കൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. എൻ്റെ പെട്ടി നിങ്ങളൊക്കെ നോക്കണുണ്ടായിരിക്കും. ജീവിതത്തിലെത്തി ഇത്രയും സാധനങ്ങൾ. ഇതിൻ്റെ കാര്യമേ ഞാൻ മറന്നു. ടൈലൊക്കെ ഇടാൻ പോയിട്ട് നമ്മൾ ഡ്രാഗനെ കൊല്ലുന്ന എപ്പിസോഡൊക്കെ നിങ്ങളെ മുന്നേ വെച്ച് കാണിക്കുന്നതായിരിക്കും. നിങ്ങളൊക്കെ അത് കണ്ടു തന്നെ അറിയുക എന്തൊക്കെയാണ് നോക്കാൻ വേണ്ടി. ചിലപ്പം കേൾക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ടൈലൊക്കെ ഇടുകയാണ്. വെറൈറ്റി ടൈലാണ്. ടൈലില്ല. ഇതാരണ്ടിരിക്കുക തന്നെയാണ്. ആ വില്ലേജ് മാമനാണ് തന്നെ. അവൻ്റെ പേര് തന്നെ വില്ലേജ് മാമനാണ് നമുക്ക് തന്നെ പേര്. നമുക്ക് കുറച്ചൊക്കെ പരിപാടിയുണ്ട്. നങ്കുഷ്ടി എടുക്കുക. നിങ്ങളെല്ലാം ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുക. ഗെയിമിംഗ് യോഗത്തിനെ ലൈക്ക് ചെയ്യുക. നമ്മുടെ അടിപൊളി ഒരു അണ്ണനെ ലൈക്ക് ചെയ്യുക. ക്രിയേഷനിറ്റി ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഞാനല്ലേ വീഡിയോ എടുക്കുന്നത്. അവിടെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്ക് വലിയ. ഞാൻ പറഞ്ഞത് തുടങ്ങാൻ പോയാണ്. നമ്മൾ ഇവിടെ വെച്ചെന്താണ്ടാണ് ഈ ഗ്രാമം കണ്ടിട്ട് അവിടെ വെച്ചാണ് എന്നെ കണ്ടത്. ഞാൻ അപ്പം ഒരു വൈകിട്ടൊക്കെയുള്ള സമയമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇതൊന്നും കണ്ടില്ല. ഈ വീട് പോലും ഇല്ലായിരുന്നു. അപ്പം വീടില്ലാത്തതൊക്കെ നമുക്ക് പറയുന്നില്ല. ഇത് കുറുക്കി എല്ലാം പറഞ്ഞ് മടുക്കും. അപ്പം ഞാൻ പോയിട്ട് വാ ഞാനെന്നാ പറയത്തില്ല. എല്ലാവരും പെട്ടി ഉണ്ടാക്കണം ഗൈസ്. പെട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൈസ്? ഞാൻ നോക്കി ചെയ്താണ്. കൈത്തട്ടിന്ന് പോയതാണ്. അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട്. ഓക്കെ ബൈ ബൈ. ഇച്ചിരി എടുക്കും ഗൈസ്. എന്നിട്ട് നമുക്ക് ഞാൻ പെട്ടി ഉണ്ടാക്കിയിട്ട് കാണിക്കാം അടുത്ത വീഡിയോ. ബൈ ഗൈസ്. നമ്മളൊരു പെട്ടി ഉണ്ടാക്കാനുള്ള തടിയുള്ളൂ, ഫുഡിന് വെച്ചിരുന്ന തടി പറഞ്ഞേ ഉള്ളൂ ഗൈസ് ഉണ്ടാക്കാൻ. ഒരു ടൈലിരിക്കുന്ന ഗൈസ്. എവിടെ ടൈൽ കണ്ടാലും എന്നെ വിളിച്ചാൽ മതി. ഞാൻ ടൈല് പണിക്ക് കേൾക്കാം. ചുമ്മാ തന്നെ ഫുഡൊക്കെ ചൂടാക്കാൻ വെക്കാം. ഇതൊക്കെ എടുത്തിടാം. ഇത് പിന്നെ ക്രോസോട്ടും ഇതും പിന്നെ പൊട്ടാറ്റോ
ആവശ്യമില്ല. അത് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണിയൊക്കെ നമ്മൾ ഇപ്പം ഞാൻ ഇച്ചിരി വീഡിയോ ചെയ്യുന്നുള്ളൂ. ഞാൻ കുറേ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ടൈമൊന്നുമില്ല. ടൈം കുറേ വേസ്റ്റ് ചെയ്തൊന്നുമില്ല. ഞാൻ എൻ്റെ ബോറടിച്ചപ്പോൾ ഞാൻ കളിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞു കേൾക്കണം എന്നും പറയുന്നു. നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ അല്ല നിങ്ങൾക്ക് എന്തായിരുന്നു ഈ മൈൻക്രാഫ്റ്റ് വേണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിക്കണം ഗൈസ്. ലൈക്ക് അടിച്ചിട്ട് ആർക്കൊക്കെ വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ അവർക്കൊക്കെ കമൻറ്റ് ചെയ്യണം. ഞാൻ പിന്നെ ഒരു ലിങ്കൊക്കെ അയച്ചു തരാം. അത് അടുത്ത വീഡിയോ പാർട്ടിസ്പെക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരാം. ബൈ ബൈ. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. പക്ഷെ ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ചെയ്യുന്നു. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റത്തെ കാര്യം. ഞാൻ എൻ്റെ സീക്രട്ട് റൂം ഞാൻ കാണിക്കുന്നത് എന്തുവാ ഒരു നിങ്ങൾ തീരുമാനിച്ച നമ്പറായിരുന്നു. നിങ്ങൾ തീരുമാനിക്കും 7:5 ഞാൻ കാണിക്കുന്നത്. 7:5 ഞാൻ എൻ്റെ ഇത് കാണിക്കാൻ പോകുന്നത്. ഇതേ ആകുമ്പോഴേ ഞാൻ കാണിക്കത്തുള്ളൂ. അപ്പോഴത്തേന് ഞാൻ വില്ലുപ്രോയൊക്കെ ആവും. അപ്പം നെതർ കാര്യമൊക്കെ ഉണ്ട്. ആ കാര്യമൊക്കെ ഞാൻ കാണിക്കുകയും ചെയ്യും നിങ്ങളെ. അത് അന്നാ ഞാൻ ഇപ്പം തന്നെ കാണിച്ചാൽ മതിയോ ഗൈസ്? ഞാൻ ഇപ്പം കാണിക്കാമേ. എന്തിനാ ഇത്ര വലിക്കൂട്ടി ഞാൻ പറയുന്നത്? കാണിച്ചു തരാമല്ലോ. നമ്മുടെ മച്ചന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കണ്ടേ? ഞാനത് സെറ്റ് ചെയ്ത് കാണിക്കാം. അത് നിർത്തട്ടെ. കഥ കടച്ചെന്ന് കഥ കടച്ചിട്ടൊക്കെ ഉണ്ട്.